കാരണം ഡേറ്റ് ഇല്ലാത്തതിനാലാണ് കഴിഞ്ഞ ഒരു വർഷമായി മലയാളത്തിൽ വരാത്തത്. എന്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ എനിക്ക് വന്നിട്ട് അങ്ങനെ ഒരു മലയാളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കണമെന്നല്ല. ഇപ്പൊ നാച്ചുറലി നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും, നമുക്ക് തമിഴിൽ അഭിനയിക്കണം, അല്ലെങ്കിൽ തെലുഗു, അല്ലെങ്കിൽ ഹിന്ദി, അങ്ങനെ ഒരു ആഗ്രഹങ്ങൾ എന്തായാലും ഉണ്ടാവും. സോ എനിക്ക് അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാൾക്കും അങ്ങനത്തെ ഒരു ഓഫർ വരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ചെയ്യും. ഞാൻ വന്നിട്ട് ഞാൻ മലയാളത്തിൽ മാത്രമേ അഭിനയിക്കുള്ളൂ എന്നൊന്നും പറയാൻ പറ്റില്ല. മീൻസ് എനിക്ക് നല്ല ഓഫർ വരുമ്പോൾ, അല്ലെങ്കിൽ മീൻസ് അതിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അട്രാക്ട് ചെയ്യുന്നുണ്ട്. നല്ല ഓഫേഴ്സ് ആയിരിക്കാം, നല്ല ക്യാരക്ടേഴ്സ് ആയിരിക്കാം, പിന്നെ ഓഫ്കോഴ്സ് മണി, അങ്ങനെ എല്ലാം. സോ നമുക്ക് അങ്ങനെ ഒരു ഓഫർ വരുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് വേണ്ട, എനിക്ക് മലയാളം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഞാനൊരിക്കലും പറയില്ല. എനിക്ക് മീൻസ് നല്ല ഓഫർ വരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഏത് ഭാഷയാണെങ്കിലും ഞാൻ ചെയ്യാൻ, എനിക്ക് നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ് ഞാൻ. കേരളത്തിലെ നഗരങ്ങളിൽ പോലും മിനി സ്കർട്ട് ധരിച്ചവരെ കാണില്ല. എന്നാൽ മറ്റു ദക്ഷിണേന്ത്യൻ നഗരങ്ങളിലെ സ്ഥിതി അതല്ല. അതിനാലാണ് ആ ഭാഷകളിലെ സിനിമകളിലും ഗ്ലാമറസ് വേഷങ്ങൾ പ്രതിഷ്ഠപ്പെടുന്നതിന് കാരണമെന്ന് ഭാവന വ്യക്തമാക്കി. തമിഴ് സിനിമയുടെ ഒരു ബിസിനസ് ഭയങ്കര വൈഡാണ്. അതുകൊണ്ട് ആ ഒരു മാറ്റം എല്ലാത്തിലും ഉണ്ട്. ടെക്നിക്കലി ആണെങ്കിലും ഒക്കെ, കാരണം അവരുടെ ബഡ്ജറ്റൊക്കെ അത്രയും നമ്മുടെ ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഈവൻ റെമ്യൂണറേഷൻ ആണെങ്കിൽ പോലും അവർ കുറച്ചും കൂടി വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ശരിക്കും. താരസംഘടനയായ അമ്മ ഒരുക്കുന്ന 2020-ൽ റോളിന്റെ പ്രാധാന്യത്തെക്കാളുപരി മലയാള സിനിമാ രംഗത്തെ എല്ലാവരുടെയും പങ്കാളിത്തമായാണ് കാണേണ്ടത്. ശരിക്കും എല്ലാവർക്കും ടെൻഷൻ ഉണ്ട്. കാരണം മമ്മൂട്ടി ഫാൻസ് അല്ലെങ്കിൽ മോഹൻലാൽ ഫാൻസ് തമ്മിലുള്ള കുഴപ്പങ്ങൾ എങ്ങനെ ഉണ്ടാവും എല്ലാവർക്കും ടെൻഷനാണ്. പക്ഷെ സ്റ്റിൽ അത് നന്നായി വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഇരിക്കുകയാണ് എല്ലാവരും. വ്യക്തിപരമായ കാര്യങ്ങൾക്കായി സംഘടനയെ ഉപയോഗിക്കുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാകുന്നതെന്നും ഭാവന പറഞ്ഞു. മനോരമ ന്യൂസ്,